+1 ഹൈഡ്രോ കാർബൺസ് 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഏതെല്ലാം ടോപ്പിക്സ് എടുത്തുതരാമെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഞാൻ ആദ്യം വൂഡ്സ് റിയാക്ഷനിൽ തുടങ്ങും. വൂഡ്സ് റിയാക്ഷൻ, അതേപോലെ തന്നെ കോബ്സ് ഇലക്ട്രോളിസിസ്, പിന്നെയാണ് കൺഫർമേഷൻ ഓഫ് ആൽക്കെയിൻസ്. ഇതിലാണ് എന്ത് വരുന്നത്, സോഹോസ്, അതേപോലെ തന്നെ ന്യൂമാൻ, ആ ഒരു സ്ട്രക്ചർ വരക്കുന്ന പരിപാടി ഇല്ലേ, അത് ഇവിടെയാണ് വരുന്നത്. അതിനുശേഷം ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഞാൻ പറഞ്ഞുതരും. ഇവിടെയാണ് സിസ്, ട്രാൻസ്, മീൻസ് അത് എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന സംഭവമില്ലേ, അത് ഇവിടെയാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ മുതലാണ് കുറച്ച് കുട്ടികൾക്ക് പ്രയാസമായിട്ട് തോന്നുക ഐസോമറൈസേഷൻ, ആൽക്കോ ആരോമറ്റൈസേഷൻ, റിയാക്ഷൻസ് എഴുതുന്നത്. മീൻസ് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ ഇത് പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓക്കെ, ഐസോമറൈസേഷൻ, അരോമറ്റൈസേഷൻ, ഇവിടെയാണ് എന്ത് എൻഹെക്സൈന് മറ്റേ ബെൻസീനായിട്ട് മാറ്റുന്നില്ലേ നമ്മൾ, അവിടെ ആ ഒരു കൺവേർഷൻ വരുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ ഓസോണോലിസിസ്, സൾഫോണേഷൻ, ഹാലോജനേഷൻ, ഇതെല്ലാം നമ്മളെ റിയാക്ഷൻസാണ്. ഇതിൽ ഒരു ടോപ്പിക് ഉണ്ട്, അതാണ് എന്ത് ആൽക്കഹോളിക് എയോച്ചിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. അതിവിടെ ഏത് സ്ഥലമില്ല, അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ, ഈ സംഭവത്തിൽ നിന്ന് അതായത് വൂഡ്സ് റിയാക്ഷനിൽ തുടങ്ങി ഇവിടെ നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ, സോ നമ്മളെ ആദ്യത്തെ ടോപ്പിക്കായ വൂഡ്സ് റിയാക്ഷൻ. എന്താ വൂഡ്സ് റിയാക്ഷൻ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. Alkyl halides react with metallic sodium in the presence of dry ether to form alkanes. അതായത് ആൽക്കൈൽ ഹാലൈഡ് ആൽക്കൈൻ ആയിട്ട് മാറുന്ന പരിപാടി. എന്താ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞ എന്താ സാധനം? നിങ്ങൾക്ക് മറ്റേ കാർബൺ ചെയിൻ അറിയില്ലേ, CH3 CH2 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 എന്ന് പറഞ്ഞു പോകുന്ന കാർബൺ ചെയിൻ അറിയില്ലേ, അതിൽ ഒരു ഹൈഡ്രജന് പകരം ഹാലജൻ ഗ്രൂപ്പ് വരുവാണെങ്കിൽ, എന്തേ ഹാലജൻ ഗ്രൂപ്പ്, ഞാൻ ഹാലജൻ ഗ്രൂപ്പ് എന്താന്ന് പറഞ്ഞുതരാം. അതായത് ക്ലോറിന്, ബ്രോമിന്, അയഡിന്, ഫ്ലൂറിന്, ഈ സംഭവം ഇല്ലേ, ഇത് വരുവാണെങ്കിൽ, അതായത് നമുക്കിപ്പം CH3Br ഇതൊരു ആൽക്കൈൽ ഹാലൈഡാണ്. CH3Cl ഇതൊരു ആൽക്കൈൽ ഹാലൈഡാണ്. എന്തുകൊണ്ടാ, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഹാലജൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് വിളിക്കാം, ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കാം. ഇനിയിപ്പോ ഇതോ CH3 CH2 ഇതില് നമുക്ക് ഏതെങ്കിലും ഒന്ന് കൊടുക്കാം, I എന്ന് പറഞ്ഞു. ഇതും എന്താ ആൽക്കൈൽ ഹാലൈഡാണ്. മനസ്സിലായ? അതായത് ഈ ഒരു ചെയിനിൽ ഹൈഡ്രജന് പകരം നമുക്ക് ഹാലജൻ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, RX എന്ന് കാണാൻ പറ്റും. ഈ ആറാണ് എന്ത്, ആൽക്കൈൽ ഗ്രൂപ്പ്. ഇത് X ആണ് എന്ത്, ഹാലജൻ ഗ്രൂപ്പ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി ഇതെന്താ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം. അതായത് ഇത് നടക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, മെറ്റാലിക് സോഡിയം, അതായത് സോഡിയം വേണം, അതേപോലെ തന്നെ ഡ്രൈ ഈതറും വേണം. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, അവിടെ സോഡിയം ഉണ്ടോ നോക്കുക, പിന്നെ ഡ്രൈ ഈതർ ഉണ്ടോ നോക്കുക, അതേപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടോ എന്ന് നോക്കുക. ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ എന്തെല്ലാം നോക്കണ്ടേ, സോഡിയം ഉണ്ടോ നോക്കുക, ഡ്രൈ ഈതർ ഉണ്ടോ നോക്കുക, ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടോ നോക്കുക. അപ്പം നമുക്ക് എന്ത് കൺഫേം ആക്കാം, അതൊരു വൂഡ്സ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് കൺഫേം ആക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് നമ്മൾ എഴുതണം. ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതുക, ഇതിങ്ങനെ രണ്ടെണ്ണല്ലേ തന്നെ, 2CH3Cl. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഒന്നും ചെയ്യണ്ട, 2CH3Cl അല്ലേ, ഇതോ ഒരു CH3Cl ഇവിടെ എഴുതി, ഒരു CH3Cl ഇവിടെ എഴുതി. എത്ര എണ്ണയുണ്ട്, 2 എണ്ണയുണ്ട്, ഒരു എണ്ണ ഇവിടെ എഴുതി, ഒരു എണ്ണ ഇവിടെ എഴുതി. ഇനി എന്താ സംഭവിക്കാം, ഈ എണ്ണ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഹാലജൻ ഗ്രൂപ്പിനെ കൊണ്ടുപോകും. എന്താണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഇത്രയേ ഉള്ളൂ, സോഡിയം ഹാലജനെ കൊണ്ടുപോകും. ഇവിടുത്തെ സോഡിയം ഈ ഹാലജനെ കൊണ്ടുപോകും, ഇവിടുത്തെ സോഡിയം ഈ ഹാലജനായ ക്ലോറിനെയും കൊണ്ടുപോകും. ബാക്കി എന്താ ഉണ്ടാവുക, അത് നിങ്ങൾ എഴുതി വെക്കണം. ഇവിടെ എന്താ ബാക്കിയുള്ള CH3 ഉണ്ട്, ഒരു CH3 ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള സാധനം കൂടി ഇവിടെ എഴുതി വെക്കാം, +2NaCl നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, മനസ്സിലായ? അടുത്തത് വൂഡ്സ് റിയാക്ഷൻ സ്ട്രക്ചർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതിന്റെ സ്ട്രക്ചറാണ്, അതായത് 2RX ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ആൽക്കൈൽ ഗ്രൂപ്പ്, ഇത് ഹാലജൻ ഗ്രൂപ്പ്. അതിൻ്റെ അകത്ത് 2 സോഡിയം വന്ന് ഡ്രൈ ഈതർ ഉണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് വൂഡ്സ് റിയാക്ഷൻ ആണെന്ന്, പരിപാടി വൂഡ്സ് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം, ഇത് നമ്മൾ സോഡിയം എന്തിനെ കൊണ്ടുപോകും, ഹാലജൻ ഗ്രൂപ്പിനെ കൊണ്ടുപോകും. അതായത്
ഇവിടെ 6x ഉണ്ട്, 6x ഉണ്ട്. 2 സോഡിയം ഉണ്ട്, ഒരു സോഡിയം മറ്റേ സോഡിയം. ഈ സോഡിയം ഈ എക്സിനെ കൊണ്ടുപോകും, ഈ സോഡിയം ഈ എക്സിനെ കൊണ്ടുപോകും. അതായത് ഇത് ഹാലജൻ ഗ്രൂപ്പാണ്, ഇതിന്റെ സ്ട്രക്ചർ എഴുതുന്നതുകൊണ്ട് എക്സ് എന്ന് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ എഴുതി വെക്കുക. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 2 R ഉണ്ട്, അതങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി. നിങ്ങൾ ഇതിൻ്റെ അപ്പുറം വരുന്ന ആ പ്രൊഡക്റ്റ് ഒന്നും എഴുതണം എന്നൊന്നുമില്ല, ഇത്ര എഴുതിയാൽ മതി. ഇനി നിങ്ങൾ ഇത് പറ, ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? CH3CH2Br+2Na. സോഡിയം വന്ന് ഡ്രൈ ചെയ്തറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓർത്തുവെക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്, സോഡിയം ഹാലജൻ ഗ്രൂപ്പിനെ കൊണ്ടുപോകും. ഇവിടുത്തെ ഹാലജൻ ഏതാ? Br. ഇവിടെ Br, ഈ Br 2 സോഡിയം ഉണ്ട്, 2 Br ഉണ്ട്. അപ്പൊ എന്താവും? ഇത് മൊത്തം പോവും. ബാക്കിയുള്ള സാധനം എന്താ ഉള്ളത്? അതങ്ങ് എഴുതി വെക്കുക. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു CH3 ഉണ്ട്, ഒരു CH3 CH2 അടുത്ത ഭാഗത്തുണ്ട്. റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? ഒരു CH2 CH3 ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. മനസ്സിലായില്ലേ? വുഡ്സ് റിയാക്ഷൻ ഓക്കെ അല്ലേ? അടുത്തത് കോപ്സ് ഇലക്ട്രോളിസിസ്. അതായത് കാർബോക്സിലിക് ആസിഡിന്റെ സാൾട്ടിലേക്ക്, അതായത് കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ടിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നത്, അതിനുശേഷം കറണ്ട് കടത്തി വിടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇതാണിത്, അതായത് കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സാൾട്ട്, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അതാണ് ഇവിടെ എഴുതിയില്ല, സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്ത്? വെള്ളം ചേർത്ത് അതിനുശേഷം ഇലക്ട്രോളിസിസ്, ഇതാണ് നമ്മളെ കറണ്ട് കടത്തി വരുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ മിക്കവാറും ഈ പ്രൊഡക്റ്റ് ചെയ്താനാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അതെങ്ങനെ എഴുതാന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഇതെന്ത് ചെയ്യാം? 2 CH3COONA അല്ലേ ഉള്ളത്? അപ്പം നമ്മൾ 2 വട്ടം അങ്ങ് എഴുതുക. CH3COONA, CH3COONA. എത്ര വെള്ളമുണ്ട്? 2 എണ്ണം. HOH, HOH. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത് ഉള്ള ക്വസ്റ്റ്യനിലുള്ള സംഭവം ഞാൻ അങ്ങനെ എഴുതി എടുത്തേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താവും? ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഉണ്ടോ? Na ഉണ്ട്, OH ഉണ്ട്, Na ഉണ്ട്, OH ഉണ്ട്. അപ്പൊ നമുക്ക് എന്താക്കാം? അതിനെ പിടിച്ചൊരു ഗ്രൂപ്പ് ആക്കാം അല്ലേ? ഇതിങ്ങനെ ഒത്തിയേരും, ഇതിങ്ങനെ ഒത്തിയേരും. ബാക്കി എന്തെല്ലാം ഉള്ളത്? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, 1, 2. അപ്പൊ നമുക്ക് എന്തെല്ലാം ഗ്രൂപ്പായ സാധനങ്ങൾ നമുക്ക് ഇവിടെ എടുത്ത് ചെയ്താം. ഇവിടെ എന്തെല്ലാം ഗ്രൂപ്പായത്? 2 NaOH അല്ലേ? 2 NaOH. പിന്നെന്താ ഉള്ളത്? ബാക്കിയുള്ള 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. പിന്നെന്താ ഉള്ളത്? CO2. കാർബണിൽ 2 ഓക്സിജൻ, കാർബണിൽ 2 ഓക്സിജൻ. അപ്പൊ 2 കാർബൺ ഡയോക്സൈഡ്, 2 CO2. ബാക്കി എന്താ ഉള്ളത്? ബാക്കി ഇതും പോയി. ഇനി CH3 ഇത് മാത്രമേ ഉള്ളൂ. അതങ്ങ് എഴുതി വെക്കുക, CH3. ഇതേ സാധനമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് തിയറി ആയിട്ട് ചോദിച്ചാൽ, ഇതൊന്നും തരാണ്ട് നിങ്ങളോട് കോപ്സ് ഇലക്ട്രോളിസിസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് ബൈഹാർട്ട് പഠിച്ചിട്ട് അങ്ങ് എഴുതി വെക്കുക. നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 1 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പം നമ്മളെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൺഫോർമേഷൻസ് ഓഫ് ആൽക്കേൻ. ഇതിൽ മിക്കവാറും ഈത്തേൻ്റെ കൺഫോർമേഷൻ എഴുതാനാണ് ചോദിക്കുക. ഇതിലാണ് എന്ത് വരുന്നത്? മറ്റേ സോഹോസും അതേപോലെ തന്നെ ന്യൂമാൻറ്റും റെപ്രസെൻറ്റേഷൻ നമ്മളോട് വരക്കാൻ പറയും. ഞങ്ങൾക്ക് ഒരു ട്രിക്ക് വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതെന്ന സംഭവം ഞങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഇപ്പം നമ്മളോട് ഈത്തേൻ്റെ ഇത് സാധനമാണ് ചോദിച്ചെങ്കിൽ ഈത്തേൻ എഴുതുക. ഈത്തേൻ എങ്ങനെയാ? CH3 ഇതല്ലേ ഈത്തേന്? ഇതിൻ്റെ സ്ട്രക്ചറൽ ഡയഗ്രാം വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കിക്കോ നിങ്ങൾ. ഒരു C, മറ്റേ C, 3 ഹൈഡ്രജൻ. അയ്യോ, ഇതിവിടെയാണേ 3 ഹൈഡ്രജൻ. ഓക്കെ, 3 ഹൈഡ്രജൻ. ഇനി ഇതിൻ്റെയാണ് നമ്മൾ എന്ത് വരക്കേണ്ടത്? സോഹോസ് റെപ്രസെൻറ്റേഷൻ ആയിട്ടും ന്യൂമാൻ റെപ്രസെൻറ്റേഷൻ ആയിട്ടും നമ്മൾ വരക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളെ സോഹോസ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. 2 C ഇല്ലേ, അതെന്ത് ചെയ്യുക? നമ്മൾ 2 ഡോട്ടായിട്ട് അടയാളപ്പെടുത്തുക. 2 C 2 ഡോട്ടായിട്ട് അടയാളപ്പെടുത്തുക, ഒരു ലൈനായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി ഇവിടെ എന്തുണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. 1, 2, 3 ഹൈഡ്രജൻ എവിടെയുണ്ട്? 3 ഹൈഡ്രജൻ എവിടെയുണ്ട്? അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ ഒരു ബെൻസ് കാരണം സിമ്പിൾ അങ്ങ് വരച്ചു കൊടുക്കുക. 3 ഹൈഡ്രജൻ ഇവിടെ, 3 ഹൈഡ്രജൻ ഇവിടെ. ഈ സിമ്പിൾ എന്ന് പറയുന്നത് 1, 2, 3 ഹൈഡ്രജൻ ആണേ. അതാണ് ഞാൻ ബെൻസ് കാരണം സിമ്പിൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റാഗേർഡിന്റെ കാര്യം വരുമ്പോൾ ഇതേ സാധനം തന്നെ 2 കാർബൺ വരക്കുക, കണക്ട് ചെയ്യാം. ആദ്യത്തെ സിമ്പിൾ അതേപോലെ തന്നെ വരക്കുക, 3 ഹൈഡ്രജൻ അതേപോലെ തന്നെ വരക്കുക. രണ്ടാമത്തെ ഇതിന്റെ ബാക്കിലുള്ള സാധനം അല്ലേ, അത് തല തിരിച്ച് വരക്കുക. എങ്ങനെയാ തല തിരിച്ച് വെക്കുക? വൈ ഷേപ്പിൽ വെക്കുക.
മനസ്സിലായ? അതാണ് എന്ത് എക്ലിപ്സും സ്റ്റാഗറും. ഇനി നിങ്ങൾ ന്യൂമാൻ റിപ്രസെന്റേഷൻ ആണ് എഴുതുന്നെങ്കിൽ എന്ത് ചെയ്യാം, സർക്കിൾ ആണ് വരക്കേണ്ടത്. ഇവിടെ കാർബൺ റിങ് സർക്കിൾ ആയിട്ടാണ് നിങ്ങൾ വരക്കേണ്ടത്. അതായത് കാർബൺ നിങ്ങൾ ഇങ്ങനെ വരക്കണം, റിങ് ആയിട്ട് വരക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ നേരത്തെ ബെൻസ് പറഞ്ഞ സിമ്പിൾ നീട്ടി അങ്ങ് വരക്കുക. ബെൻസ് പറഞ്ഞ സിമ്പിൾ നീട്ടി അങ്ങ് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ബാക്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഹൈഡ്രജനും നമ്മൾ കൊണ്ടുപോയി റെപ്രസെന്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പേര് എഴുതി കൊടുക്കണം. എച്ച് 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 നമ്മൾ എഴുതി കൊടുക്കണം, ഹൈഡ്രജൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ സ്റ്റാഗേർഡ് ആണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ സാധനം തന്നെ വരക്കുക. ഒരു സർക്കിൾ വരക്കുക, ബെൻസ് പറഞ്ഞ സിമ്പിൾ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തലയിരിച്ച് വെക്കുക. അതായത് സ്റ്റാഗേർഡിന് എപ്പോഴും തലയിരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, മനസ്സിലായാ? ഇവിടെ എച്ച് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇത്രയേ ഉള്ളൂ. എന്ത് സോഹോസ് റെപ്രസെന്റേഷനും ന്യൂമാൻ റെപ്രസെന്റേഷനും. ഇത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. ഇത് സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്ടെന്ന്. ഓക്കെ, സോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സ്. അതായത് നിങ്ങളോട് മിക്കവാറും ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിൻ്റെ സിസും ട്രാൻസും വരയ്ക്കാനാണ് ചോദിക്കുക. അതായത് മിക്കവാറും ഒരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും തരിക. അങ്ങനെ നിങ്ങൾക്ക് തന്ന കോമ്പൗണ്ട് ഡബിൾ ബോണ്ടാണോ മറ്റേ ട്രിപ്പിൾ ബോണ്ടാണെന്നല്ല മനസ്സിലാവുക. ഡബിൾ ബോണ്ടിന് അവസാനം ഇ എന്ന് പറഞ്ഞ് ചേർത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്ന കോമ്പൗണ്ടിൽ ഇ എന്ന് പറഞ്ഞ് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഫോമിൽ അങ്ങ് എഴുതി വെക്കുക. ബ്യൂട്ട് 2E എന്നല്ലേ തന്നിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ, 1 2 3 4. രണ്ടാമത്തെ ബോണ്ടിൽ ഡബിൾ ബോണ്ട്, അതാണ് ഇ ഡബിൾ ബോണ്ട്. ബാക്കി എത്ര ഉണ്ടാവും, CH3 CH3. ഇത് നിങ്ങൾക്ക് ഏതാണ് അറിയില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈനുള്ള കോമ്പൗണ്ടാണ് തന്നെങ്കിൽ ഒന്നും നോക്കണ്ട, 2 C അങ്ങ് എഴുതുക, ഡബിൾ ബോണ്ട് വരക്കുക, 1 2 3 4 വരെ അങ്ങ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഈ വരെയുള്ള സ്ഥലത്ത് തന്നെ ഏതുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 2 C കണ്ട, ഈ ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറമുള്ള 2 C, അതാണ് ഈ 2 C. ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറമുള്ള 2 C അത് ഒഴിവാക്കി നിർത്തിയ ബാക്കി എന്തെല്ലാം ഉണ്ട്, ഈ സിന്റെ സ്ഥലത്ത് എന്തെല്ലാം ഉണ്ട്, ഒരു ഹൈഡ്രജൻ ബാക്കിയുണ്ട്, ഒരു CH3 ബാക്കിയുണ്ട്. ഈ സിന്റെ സ്ഥലത്ത് എന്തെല്ലാം ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. അതെന്ത് ചെയ്യാം, അതങ്ങനെ എഴുതി കൊടുക്കുക. എന്തെല്ലാം ഉള്ള, ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഇതാണ് എന്ത് സിസ്. കാരണം എന്താ, ഇത് രണ്ടും ഒരേ സ്ഥലത്തല്ലേ ഉള്ളത്, ഒരേപോലെയല്ലേ ഉള്ളത്. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. ഇതാണ് എന്ത് സിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ പേര് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, സിസ് ബ്യൂട്ട് 2E എന്ന് പറഞ്ഞിട്ട് പേര് ഏതാണ്. ഇതാണ് എന്ത് സിസ് ബ്യൂട്ട് 2E. ഓക്കെ, അടുത്തത് ട്രാൻസാ. ട്രാൻസ് എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യാം, ഇതേ ഫിഗർ വരച്ചു വെക്കുക, C ഡബിൾ ബോണ്ട് C. ഇതിങ്ങനെ ഒരു ഫിഗർ അങ്ങ് ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാ തന്നെങ്കിൽ ഈ ഫിഗർ അങ്ങ് വരച്ചു വെക്കുക, ഡബിൾ ബോണ്ട് കാർബൺ ഉള്ള ഒരു ഫിഗർ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതായത് ഒരേപോലത്തെ കോമ്പൗണ്ട്സ് ഓപ്പോസിറ്റ് ആയിട്ട്. ഇവിടെ ഇപ്പൊ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് വരക്കാം. ഇവിടെ CH3 അല്ലേ ഉണ്ടായേ, അതേപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു CH3 വേണ്ടി വരും. അതായത് ഇങ്ങനെ ഡയഗണൽ ആയിട്ട്, ഒരേ കോമ്പൗണ്ട് ഡയഗണൽ ആയിട്ട്. നേരത്തെ എങ്ങനെയാ, ഒരേപോലെ ഇതേ ഇങ്ങനെ, ഇതിലിങ്ങനെ. ഓക്കെ, ഇതാണ് എന്ത് ട്രാൻസ്. അപ്പൊ ഇതിന്റെ പേരെങ്ങനെ എഴുതുക, ട്രാൻസ് ബ്യൂട്ട് 2E. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1,2 ഡൈക്ലോറോ എത്തീന്. അപ്പൊ ഇത് ഡബിൾ ബോണ്ട് അല്ലേ, എത്തീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫിഗർ അങ്ങ് വരച്ചു വെക്കാം. C ഡബിൾ ബോണ്ട് ഇങ്ങനെ ഈ ഫിഗർ അങ്ങ് വരച്ചു വെക്കാം. ഇനി എന്ത് ചെയ്യാം, ഇത് ഇവിടെ ഏതെണ്ണ സാധനം ഏതെല്ലാം എന്ന് മനസ്സിലാവണ്ടേ. അപ്പൊ എന്ത് ചെയ്യാം, ഡൈക്ലോറോ ഇത്തീൻ. എത്ത് എന്ന് പറഞ്ഞാൽ എന്നാ 2 കാർബണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഡബിൾ ബോണ്ട് വേണ്ട എന്തായാലും, ഈനല്ലേ ഡബിൾ ബോണ്ട് വേണ്ടേ. അപ്പൊ എന്ത് ചെയ്യാം, ഇനി ഇവിടെ ബാക്കിയുള്ളത് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ ഇല്ലേ. ഇനി എന്ത് 1,2 ഒന്നാമത്തേലും രണ്ടാമത്തേലും 2 ക്ലോറിൻ, ഒന്നാമത്തേലും രണ്ടാമത്തേലും ക്ലോറിൻ വേണം. ഇവിടെ ക്ലോറിന്, ഇവിടെ ക്ലോറിൻ. ഇതാണ് ഫിഗർ. ഓക്കെ, അപ്പൊ ഇവിടെ 2 കാർബണായി, ഈ കാർബണുമായി ഈ കാർബണുമായി. ബാക്കി എന്താ ഉള്ളത്, ഇവിടെ ഒരു HCl ഉണ്ട്, ഇവിടെ ഒരു HCl ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ ഒരേപോലെ കൊടുക്കുക. H ഇവിടെ, H ഇവിടെ, Cl ഇവിടെ, Cl ഇവിടെ. ഇതാണ് എന്ത് സിസ്. അപ്പൊ ഞാൻ ഇതിന്റെ പേരെന്തായി, സിസ്
cis1,2 ഡൈക്ലോറോ എത്തീൻ ആയി. ഓക്കെ, ഇനി ഇതിന്റെ ട്രാൻസ് വരക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതേ സാധനം ഡയഗണൽ ആയിട്ട് വരക്കുക. ഓക്കെ, സെയിം ഉള്ള സാധനം ഡയഗണൽ ആയിട്ട് വരക്കുക. അതായത് ഇവിടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ സെയിം ആയിട്ട് ഇവിടെ ഹൈഡ്രജൻ ഡയഗണൽ ആയിട്ട് വരക്കുക. അതേപോലെ തന്നെ ഇവിടെ ക്ലോറിന് ഡയഗണൽ ആയിട്ട് ഇവിടെയും ക്ലോറിന് വരക്കുക. അപ്പൊ ഇതിന്റെ പേരെന്താവും? ഇതേ പേരിന്റെ മുന്നിൽ ട്രാൻസ് എന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരായി. ഇത് സിമ്പിൾ അല്ലേ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വരക്കെ? ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എഴുതൂലേ? ഓക്കെ അല്ലേ? അങ്ങനെ നമ്മളിപ്പോ അഞ്ചാമത്തേതും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്, ഐസോമറൈസേഷൻ. ഓക്കെ, ഇതെന്താ സംഭവം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കെയിനെ ബ്രാഞ്ചഡ് ചെയിനുള്ള ആൽക്കെയിനാക്കി മാറ്റണം. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ്. ഡബിൾ ബോണ്ടിലേന ആൽക്കീൻ എന്ന് പറയും, ട്രിപ്പിൾ ബോണ്ടിലേന ആൽക്കൈൻ എന്ന് പറയും. അതറിയില്ലേ? അപ്പൊ ആൽക്കെയിനെ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ എനിക്ക് എന്താക്കി മാറ്റണം? ബ്രാഞ്ചഡ് ചെയിനുള്ള ആൽക്കെയിനാക്കി മാറ്റണം. വെറുതെ ഇങ്ങനെ വെച്ചാൽ ബ്രാഞ്ചഡ് ചെയിനുള്ള ആൽക്കെയിൻ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ആഡ് ചെയ്യണം? എൻഹൈഡ്രസ് AlCl3 ബാർ HCl. അതായത് എൻഹൈഡ്രസ് AlCl3യും HCl ഗ്യാസും അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ബ്രാഞ്ചസ് ആയിട്ടുള്ള ആൽക്കെയിൻ കിട്ടും. ആ കാര്യമാണ് ഞാനിവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചത്. സിമ്പിളാ, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആൽക്കെയിൻ ഓൺ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ഗ്യാസ് HCl ഗ്യാസ് ഐസോമറൈസ് ടു ഗിവ് ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കെയിൻ. അത് ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കെയിൻ കിട്ടുന്ന ഈ പരിപാടി ഞാൻ ഇപ്പോൾ പറഞ്ഞ സാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ നിങ്ങളെ ഭാഷയിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതെങ്ങനെ ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾ എഴുതുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തത് ഐസോമറൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നോക്ക്, നിങ്ങളിപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടെന്ത്? എൻഹൈഡ്രസ് AlCl3 ബാർ HCl. അപ്പൊ തന്നെ മനസ്സിലായി ഏതാടാ പ്രോസസ്സ്? ഐസോമറൈസേഷൻ. ഇത് രണ്ടും ഒരുമിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിച്ചുകൂടെ അത് ഐസോമറൈസേഷൻ ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി ഇതെങ്ങനെയാ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, വേറൊരു കാര്യം മനസ്സിലായി. എന്താ? നിങ്ങൾക്ക് തന്ന സാധനം ബ്രാഞ്ച് ആക്കി മാറ്റുന്ന പരിപാടിയാന്നുള്ള കാര്യം കൂടി മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെയുള്ള ഇതില്ലേ, അതിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണി എടുക്കുക. എങ്ങനെ എണ്ണി എടുക്കുക? ഇവിടെ 4 കാർബൺ ഓൾറെഡി ഉണ്ട്. ഇവിടെ 1, 4, 2, 6 കാർബണും 14 ഹൈഡ്രജനും. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ബ്രാഞ്ച് ആക്കി മാറ്റണം. എന്താക്കി മാറ്റണം? ബ്രാഞ്ച് ആക്കി മാറ്റണം. എങ്ങനെ ബ്രാഞ്ച് ആക്കി മാറ്റുക? ഇവിടെ എത്ര കാർബണുള്ള? 6 കാർബൺ. 1, 2, 3, 4, 5, 6. ഇനി എന്ത് ചെയ്യാം? ഈ അവസാനത്തെ കാർബണിനെ വലിക്കുക. മായ്ച്ച് കളഞ്ഞിട്ട് എവിടത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം? നടുക്ക് ഏടെ വേണേലും കൊടുക്കാം. തുടക്കത്തിലും അവസാനത്തിലും കൊടുക്കാൻ പാടില്ല, നടുക്ക് ഏടെ വേണേലും കൊടുക്കാം. അനക്ക് വേണമെങ്കിൽ കാർബൺ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെയിമിങ്ങിൽ വരുന്ന വ്യത്യാസമാണ്. അതാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് സൈഡിൽ എഴുതി വെക്കേണ്ട കാര്യം. ഈ നെയിമിങ്ങിൽ വരുന്ന വ്യത്യാസം. ഇതിപ്പോ ഇവിടെ ഹൈഡ്രജൻ എഴുതി, ഞാൻ ഇപ്പോൾ ഹൈഡ്രജൻ കൂടി എഴുതി തരാം. ഇവിടെ CH3, ഇവിടെ CH3 വരും, ഇവിടെ CH, ഇതെല്ലാം അയക്കാൻ ആദ്യം ഒരു പ്രോഡക്റ്റ് ചെയ്തതിന് ശേഷം മറ്റേ പ്രോഡക്റ്റ് ചെയ്താം. ഓക്കെ, ഇവിടെ ഇപ്പോൾ വരും CH2, CH3 ഇങ്ങനെയായിരിക്കും മിക്കവാറും. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോവില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്താ? 2-മീഥൈൽ പെന്റേൻ. ഒന്നിന്റെ പേര് കിട്ടി. ഇവിടെ വന്നപ്പോൾ, അതായത് രണ്ടാമത്തെ കാർബൺ ചെയിനിൽ വന്നപ്പോൾ ഉള്ള പേര് കിട്ടി 2-മീഥൈൽ പെന്റേൻ. ഇനി ഞാൻ പറഞ്ഞു എവിടെ വേണമെങ്കിലും ആവാന്ന്. ഇപ്പൊ ഒന്നാമത്തേലായി, ഇനിയിപ്പോ ഇത് മൂന്നാമത്തേലായി, ഇപ്പൊ രണ്ടാമത്തേലായി, ഇനിയിപ്പോ മൂന്നാമത്തേൽ വന്നെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ പേരെന്താവും? ഇതിപ്പം രണ്ടാമത്തേൽ വന്നേരനുള്ള പേര് ഞാൻ എഴുതി. ഇനിയിപ്പോ ഈ മൂന്നാമത്തേൽ കാർബൺ വന്നാൽ എന്തായിരിക്കും പേര്? 3-മീഥൈൽ പെന്റേൻ. മനസ്സിലായാ? 3-മീഥൈൽ പെന്റേൻ. നേരത്തെ രണ്ടാമത്തേൽ വന്നേരം 2-മീഥൈൽ പെന്റേൻ ആണ്, മൂന്നാമത്തേൽ വന്നേരം 3-മീഥൈൽ പെന്റേൻ. ഇനി ഈ കാർബൺ എവിടെയാണ് വന്നെങ്കിലോ, ഇവിടെയാണ് CH3 വരുന്നെങ്കിലോ, ഇവിടെയാണ് CH3 വരുന്നെങ്കിലോ, ഇതും 2-മീഥൈൽ പെന്റേൻ അല്ലേ? 1, 2, 3, 4, 5. ഇതും 2-മീഥൈൽ പെന്റേൻ തന്നെയാ. അതായത് ഇവിടെ വന്നേരം 2-മീഥൈൽ പെന്റേൻ, ഇവിടെ വന്നേരം 2-മീഥൈൽ പെന്റേൻ. ഞാൻ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി, ബാക്കി മൂന്നാമത്തെ ഇതും കൂടി എഴുതി കൊടുക്കുക. അപ്പൊ എന്റെ പ്രൊഡക്റ്റ് സൈഡിൽ എന്തെല്ലാം വരും? ഒന്നാമത് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് പറഞ്ഞാൽ ഇവിടെ വന്നേരുള്ളത്.
അപ്പം 1 സി 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 5 സി ഉണ്ട്. രണ്ടാമത്തെ സിയിൽ ഒരു സി വന്നു. അത് വന്നപ്പോഴുള്ള പേരാണ് ഞാൻ ആദ്യം എഴുതി കൊടുക്കേണ്ടത്. അതെന്താ പേര്? 2 മീഥൈൽ പെൻറ്റേന്. ഓക്കെ, ഇനി അടുത്ത ഞാൻ എന്താ എഴുതി കൊടുക്കണ്ടേ? മൂന്നാമത്തെ കാർബണിലെ സി വന്നേരുള്ള പേരാ. 1 സി 3 4 5 5 സി എഴുതുക. എന്നിട്ട് മൂന്നാമത്തെ കാർബണിൽ CH3 വരുമ്പോഴുള്ള പേരാണ് എന്ത്? 3 മീഥൈൽ പെൻറ്റേൻ. ഓക്കെ, നിങ്ങളിവിടെ എച്ച് ഇട്ട് കൊടുക്കണേ. ഞാൻ ഇവിടെ എച്ച് ഇട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഇട്ട് കൊടുക്കൂലേ? ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇത്രയും എഴുതി വെച്ചാൽ ഐസോമറൈസേഷൻ്റെ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഏതാ എൻഹൈഡ്രസ് AlCl3 ബാർ HCl. സാധനം മനസ്സിലായി. ഐസോമറൈസേഷൻ ആണ്, ബ്രാഞ്ച് ആക്കി എഴുതുന്ന പരിപാടിയാണ്. അപ്പം എന്ത് ചെയ്യുക? ഇവിടെയുള്ള അവസാനത്തെ കാർബണിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് ആക്കി മാറ്റണം. ഇതിനെ വലിക്കുക. അതായത് ഈ CH3 നമ്മൾ വലിക്കുക. എന്നിട്ട് എന്താക്കി മാറ്റണം? ഇവിടെ ബ്രാഞ്ച് ആക്കിയിട്ട് കൊടുക്കണം. നടുക്ക് ബ്രാഞ്ച് ആക്കിയിട്ട് കൊടുക്കണം. ഇവിടെ ഒറ്റ പോസിബിൾ വേ ഉള്ളൂ. ഇവിടുത്തെ നടു എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ നടു. മനസ്സിലായ? അപ്പൊ എന്താവും? ഇതെല്ലാം പേരെല്ലാം മാറും. ഏതാ? CH3 CH. ഇവിടെയാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്? CH3 കൊടുക്കുന്നത്. ബാക്കിയുള്ളത് അതേപോലെ തന്നെ എഴുതുക. ബാക്കി എന്താവും? CH3 ഇവിടെ ആവുമല്ലേ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ പേര് വരും. ഇനി ഇതിന്റെ പേര് കൊടുക്കണം. അപ്പം 1 2 3. അപ്പൊ ഇതിന്റെ പേരെന്താവും? 2 മീഥൈൽ പ്രൊപ്പൈൻ. സിംഗിൾ ബോണ്ടാണ് പ്രൊപ്പ്. അപ്പം 2 മീഥൈൽ എത്ര കാർബൺ ഉള്ള? 1 2 3. ഇങ്ങനെ ലോങ് ചെയിനിൽ പാരന്റ് ചെയിനിൽ 3 പ്രൊപ്പൈൻ. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ടാണ് ഇതിന് കൊടുത്തത് പ്രൊപ്പൈൻ. ഇതിന്റെ പേര് കൊടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിന് ഞാൻ എല്ലാത്തിൻ്റെയും പേര് പഠിപ്പിച്ച് തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ 6ാമത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ അരോമറ്റൈസേഷനിലേക്ക് എത്തി. അരോമറ്റൈസേഷൻ നടക്കണമെങ്കിൽ മിനിമം 6 കാർബൺ വേണം. അതായത് 6 കൂടുതൽ കാർബൺ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അതായത് 7 8 കാർബൺ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ മിനിമം ഒരു 6 കാർബൺ ഉണ്ടെങ്കിൽ അരോമറ്റൈസേഷൻ നടക്കൂലോ. ഓക്കെ, അപ്പം അരോമറ്റൈസേഷൻ നടക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണ്ടേ? അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അത് പഠിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കുട്ടികൾ ഇത് പറയുന്നത് ഇത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. അത് നടക്കണമെങ്കിൽ, അരോമറ്റൈസേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വെനേഡിയം യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്രോമിയം യൂസ് ചെയ്യണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ V2O5 എന്ന് വരും, അല്ലെങ്കിൽ Cr2O3 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടുത്തെ ടെമ്പറേച്ചറാണ്. 773 കെൽവിൻ ടെമ്പറേച്ചറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രഷറോ 10 to 20 atm. ഇത്ര പ്രഷർ, ഇത്ര ടെമ്പറേച്ചർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, അത് അരോമറ്റൈസേഷനാണ്. ആദ്യം നിങ്ങൾക്ക് തന്നത് കോമ്പൗണ്ടിൻ്റെ അകത്ത് എത്ര കാർബൺ ഉണ്ട്, അതേപോലെ തന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കുക. ഇവിടെ ഇപ്പൊ എത്ര കാർബൺ ഉണ്ടായി? 6 കാർബണും 14 ഹൈഡ്രജനും. അപ്പൊ ഇത് അരോമറ്റൈസേഷൻ നടക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും? 6 കാർബൺ ഉള്ളത് 6 കാർബൺ എന്ന് പറയുമ്പോൾ ബെൻസീൻ ആയിട്ട് മാറും. അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരിക. ഓക്കെ, 1 2 3 4 5 6. ഇതൊരു ബെൻസീൻ ആയിട്ട് മാറും. ഇനിയിപ്പോ 7 കാർബൺ ഉണ്ടെന്ന് വെച്ചോ. അതായത് ഇവിടെ ഇപ്പൊ ഉള്ളത് C7H16 ആണെന്ന് വെച്ചോ. അപ്പൊ എന്തായി മാറും? ഒരു കാർബൺ എക്സ്ട്രാ ഇല്ലേ, അത് എന്തായിട്ട് കൊടുക്കുക? CH3 ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ പേരെന്തായി മാറും? ടൊളൂയിൻ ആയിട്ട് മാറും. ഓക്കെ, ഇനിയിപ്പോ 8 കാർബൺ ഉണ്ട് എന്ന് വെച്ചോ. C8H16 അല്ല H18 ഈ കണ്ടീഷനുമാണ് നിങ്ങൾക്ക് തന്നത് എന്ന് വിചാരിച്ചോ. അപ്പൊ എന്തായിട്ട് മാറും? ഇവിടെ എത്ര എക്സ്ട്രാ ഉള്ളേ? 8 6 പോയാലും ബാക്കി 2 കാർബൺ അല്ലേ എക്സ്ട്രാ ഉള്ളേ. അതായത് CH3 CH2 നമ്മൾ ചെയിൻ എഴുതുമ്പോ. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് CH2 എഴുതാം, എന്നിട്ട് CH3 എഴുതാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങളോട് കൺവേർഷൻ ചോദിക്കുവാണ്. അതായത് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ കൺവേർഷൻ ഓഫ് N-hexane to benzene. N-hexane ബെൻസീൻ ആവുന്ന കെമിക്കൽ ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതുക? ആദ്യം N-hexane എഴുതുക. N-hexane ആണ് ഇത്, C6H14. പിന്നെ ഈ കണ്ടീഷൻസ് എഴുതുക. വെനേഡിയം ചേർക്കുന്ന 773 കെൽവിന് 10 to 20 atm. അതെന്തായി മാറുന്നത്? ബെൻസീനായിട്ട് മാറുന്നു. അതായത് ബെൻസീന് മാത്രമായിട്ട് മാറുന്നു. ഇതാണ് നിങ്ങളോട് ചോദിച്ചേക്കല്. ഓക്കെ, അരോമറ്റൈസേഷൻ മനസ്സിലായില്ലേ? ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പറ്റും. അടുത്തത് അരോമറ്റൈസേഷൻ്റെ ഒപ്പം തന്നെ പഠിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ആ ബോർഡിൽ എഴുതിയിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നോക്കെ. കൺവേർഷൻ ഓഫ് എത്തൈൻ ടു ബെൻസീൻ. അതായത് ആദ്യം എത്തൈനാണ്, അവസാനം ബെൻസീനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എത്തൈൻ എന്ന് പറഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് CH, ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ.
എത്ര എത്തേന് വേണം? 3 എത്തേന് വേണം. എങ്ങനെ ഇതിനെ ബെൻസീനാക്കി മാറ്റുക? ബെൻസീനാക്കി മാറ്റണമെങ്കിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ 873 കെൽവിനിൽ 3 എത്തൈൻ പാസ് ചെയ്താൽ മാത്രമാണ് എന്താവുക? ബെൻസീനായിട്ട് മാറുക. ഓക്കെ, മനസ്സിലായ? അതായത് ഇത്രയേ ഉള്ളൂ. ചിലപ്പം ഇതൊന്നും തരൂല, ഇതിന്റെ പ്രൊഡക്റ്റ് ചെയ്താൽ പറയും. അങ്ങനെയായാലും നിങ്ങൾക്ക് ഈ സംഭവം കണ്ടാൽ മനസ്സിലാവൂലേ? മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ പ്രോസസ്സിന്റെ പേരാണ് എന്ത്? സൈക്ലിക് പോളിമറൈസേഷൻ. ചിലപ്പോൾ ഇത് തന്നിട്ട് ഈ പ്രോസസ്സിന്റെ പേര് ഏതാന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? സൈക്ലിക് പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ എഴുതി വെക്കൂല. ഓക്കെ, അടുത്തത് ആൽക്കഹോളിക് KOH നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? അതായത് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, അതിൻ്റെ അപ്പുറം ഞാൻ എന്താണ് ഇതായിട്ട് കൊടുക്കുന്നത്? ആൽക്കഹോളിക് KOH ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോ ആൽക്കൈൽ ഹാലൈഡ് എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ 6x എന്നെല്ലാം പറഞ്ഞത് ഓർമ്മയില്ലേ? ആൽക്കൈൽ ഹാലൈഡ്, അതിൽ ഹാലജൻ ഗ്രൂപ്പാണ് ഈ Br, മറ്റേ ആൽക്കൈൽ ഗ്രൂപ്പാണ് ഈ CH3 CH2 എന്ന് പറഞ്ഞിട്ടുള്ള. മനസ്സിലായില്ലേ? അപ്പം അതിനകത്ത് ആൽക്കഹോളിക് KOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ K എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ആലജൻ ഗ്രൂപ്പിനെ കൊണ്ടുപോകും. ഈ K ഈ Br കൊണ്ടുപോകും. ബാക്കി എന്താണല്ലേ? ഇവിടെ ഒരു OH ഉണ്ട്. ഈ OH എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തുള്ള കാർബൺ, അതായത് ഇവിടുത്തെ ഈ കാർബണിലുള്ള Br കൊണ്ടുപോയി തൊട്ടടുത്തുള്ള കാർബൺ ഏതാ? ഇത്. അതിലത്തെ ഹൈഡ്രജനെ കൊണ്ടുപോകും. ഈ OH ഇവിടുത്തെ ഹൈഡ്രജനെ കൊണ്ടുപോകും. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? CH2 ഉണ്ടാവും. ഇവിടുത്തെ ഒരു ഹൈഡ്രജനാ പോയെ. അപ്പൊ എന്താവും? CH2 ഉണ്ടാവും. ഇവിടെ ഒരു CH2 ഉണ്ട്. അപ്പൊ അതിന്റെ നടുക്ക് എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. ഈ കാര്യം മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്തത് ഇത് ആൽക്കഹോളിക് KOH. ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? സെയിം കാര്യം തന്നെയാണ്. Br കൊണ്ടുപോകും. ഈ OH എന്ത് സംഭവിക്കും? ഈ OH തൊട്ടടുത്തുള്ള കാർബൺ, ഇതിൻ്റെ അകത്ത് ഇതിന്ന് പോയി Br ഓൾറെഡി. തൊട്ടടുത്തുള്ള കാർബൺ ഏതാ? ഈ CH2. ഇതിലത്തെ ഒരു H പോവും. ഓക്കെ, അപ്പൊ എന്താവും? ഇവിടെയുള്ള CH3 അതേപോലെ തന്നെ ആഡ് ചെയ്യാം. ഇവിടെ CH ആവും. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയില്ലേ? അപ്പൊ ഇവിടെ എന്താവും? CH ആവും. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഡബിൾ ബോണ്ട് ആവും. ഇവിടെ ഒരു CH2 ആവും. ഓക്കെ, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഇതിന്റെ തൊട്ടടുത്തതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ ഈ OH കൊണ്ടുപോയി. ഓക്കെ, മനസ്സിലായ? ഇത്രേ ഉള്ളൂ ആൽക്കഹോളിക് KOHന്റെ പരിപാടി. ആൽക്കൈൽ ഹാലൈഡിൽ വന്നാലാണേ. അടുത്തതാണ് ഓസോണോലിസിസ്. ഓസോണോലിസിസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള ഒരു കോമ്പൗണ്ടിലേക്ക് ഓസോണിനെ ചേർക്കുന്നത്. ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ചേർക്കുന്നത്. അതായത് ഇവിടെ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് അല്ലേ, അതിൻ്റെ അകത്ത് O3 ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഓസോണോലിസിസ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ A, B, C കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ A കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യണ്ട, ക്വസ്റ്റ്യൻ അതേപോലെ അങ്ങ് എടുത്ത് എഴുതുക. CH ഡബിൾ ബോണ്ട് CH3. ഇനി എന്ത് ചെയ്യാം? ഈ ഡബിൾ ബോണ്ട് മയക്കുക. ഇവിടെ എത്ര ഓക്സിജൻ ഉള്ളത്? 3 ഓക്സിജൻ. അതിൽ ഒരു ഓക്സിജൻ മേലെ കൂടെ കൊടുക്കുക, 2 ഓക്സിജൻ താഴെ കൂടെ കൊടുക്കുക. ഓക്കെ, ഈ A കിട്ടി. ഇതിന്റെ പേരാണ് ഓസോണൈഡ്. എന്താ പേര്? ഓസോണൈഡ്. ഓക്കെ, ഇനി അടുത്തത് Bയും Cയും കണ്ടുപിടിക്കണം. ഈ Bയും Cയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒന്നും വേണ്ട, ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. ഇവിടെ ഒരു O ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു O ഇട്ട് കൊടുക്കുക. അപ്പൊ A കിട്ടി. B കിട്ടി. B എന്തെന്നാ? CH3 CHO. ഇതായി. ഇനി അടുത്ത C അല്ലേ കണ്ടുപിടിക്കണ്ടേ? C എന്തെന്നാ? CHCHO എന്ന് വരും. ഇവിടെ എന്താ? ഇതുണ്ട് ഇല്ലേ അമ്മേ? ഇവിടെ എന്താ? HCHO എന്ന് വരും. ഇങ്ങനെയാണുള്ളത്. അപ്പൊ എന്ത് വരും? ഇവിടെ HCHO എന്ന് വരും. ഇതാണ് എന്ത്? C. മനസ്സിലായ? ഇവിടെ ഒരു H ഞാൻ മുന്നിലിട്ട് എന്നുള്ളൂ. ഇവിടെ 2 H ഉള്ളതിൽ ഒരു H ഞാൻ മുന്നിലിട്ട് എഴുതിയെന്നുള്ളൂ. HCHO എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തതാണ് അഡിഷൻ ഓഫ് HBr. ഇവിടെയാണ് നമ്മളെ മാർക്കോണിക് റൂൾസിന്റെ ആ ഒരു പ്രോപ്പർട്ടി എല്ലാം യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, HBr ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഏതിൻ്റെ അകത്തേക്ക് നമ്മൾ HBr ആഡ് ചെയ്യുന്നത്? അൺസിമെട്രിക് ആയിട്ടുള്ള ആൽക്കീനിലേക്ക്. ആൽക്കീൻ എന്ന് പറയാൻ കാരണം ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട്. അൺസിമെട്രിക് എന്ന് പറയാൻ കാരണം ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഒരു കോമ്പൗണ്ട് ഉള്ളൂ, ഒറ്റൊന്നുള്ളൂ, ഒരു കാർബണേ ഉള്ളൂ, ഇവിടെ 2 കാർബൺ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺസിമെട്രിക് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് HBr ആഡ് ചെയ്യുന്നത്. HBr ആഡ് ചെയ്യുന്ന സമയത്ത് ഈ Hനും ഈ Brനും എവിടെയൊക്കെ പോവാം?
ഈ എച്ചിന് ഇവിടെ പോയി ഈ ബി ആർ ഇവിടെ വന്നു. അപ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്നാ, അതായത് ഈ എച്ച് ഇവിടെ പോയി ഈ ബി ആർ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തെന്നാ, അത് ഞാൻ ആദ്യം എഴുതുന്നു. ഇവിടെ എന്താ ഉണ്ടാവുക, CH3 ഒരു എച്ച് വന്നേരം, അതായത് ഈ എച്ച് ഇവിടെ വന്നേരം CH2, പിന്നെ എന്താ ഉള്ളത്, ഈ ബി ആർ ഈ CH2ന്റെ ഇവിടെ പോയി, അതായത് ഈ ഡബിൾ ബോണ്ട് അന്നേരം ഇവിടെ സിംഗിൾ ബോണ്ടായി മാറുവേ. അപ്പൊ എന്താവും, CH2Br ആയി മാറി. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഉള്ളൂ. എച്ച് ഇപ്പുറത്തേക്ക് വന്ന് Br ഇപ്പുറത്തേക്ക് വന്ന്. അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് കിട്ടി, ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി ഉണ്ട് നമുക്ക്. എന്ത്, ഒന്നിക്കല് ഈ എച്ച് ഇവിടെ വരാം, Br ഇവിടെ വരാം, നേരെ ഓപ്പോസിറ്റ്. നേരത്തെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ CH2ന്റെ സ്ഥലത്തേക്ക് വന്ന് Br നേരത്തെ ഹൈഡ്രജൻ പോയ സ്ഥലത്തേക്കും പോയി. അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് നമ്മൾ എഴുതി കൊടുക്കുക, CH3 CH Br ഇവിടത്തേക്ക് വന്ന്, അതേപോലെ തന്നെ ഇവിടെ എന്താവും, ഇവിടത്തേക്ക് ഹൈഡ്രജൻ വരുന്ന സമയത്ത് CH3 ആവും. ഓക്കെ, രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. മേ ബി നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് HBr ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന രണ്ട് പ്രൊഡക്റ്റ് ഏതെല്ലാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിങ്ങനെ എഴുതി കൊടുക്കൂലേ, HBr അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് എഴുതി കൊടുക്കൂലേ. ഇതിന്റെ ഒപ്പരം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിലത്തെ മേജർ പ്രൊഡക്റ്റ് ഏതാണ്. എന്താ ഇതിലത്തെ മേജർ പ്രൊഡക്റ്റ് ഏതാണ് എന്ന്. ഇതിലത്തെ മേജർ പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അതിനാണ് നമ്മൾ മാർക്കോണിക്കോസ് റൂളെല്ലാം യൂസ് ചെയ്യുന്നത്. സോ അത് ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് സ്റ്റേറ്റ് ചെയ്യുക, എന്നിട്ടൊന്ന് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള HBr ഇല്ലേ, HBrൽ H+Br- അല്ലേ, ഈ Br- അതായത് ഈ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറവുള്ള സ്ഥലത്തേക്ക് പോകണം. ഹൈഡ്രജൻ കുറവുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് ആയിരിക്കും എന്ത്, മേജർ പ്രൊഡക്റ്റ്. നോക്ക്, Br ഈ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലം ഏതാ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 1 ഹൈഡ്രജനാണുള്ളൂ. അപ്പൊ ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്തേക്ക് Br പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള കോമ്പൗണ്ട് ഏതാ ഇതിലുള്ളത്, അതായത് ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലം അവിടത്തേക്ക് Br പോയിട്ടുണ്ട്, നെഗറ്റീവ് പാർട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും എന്ത്, മേജർ പ്രൊഡക്റ്റ്. മറ്റേത് എന്തായിരിക്കും, മൈനർ പ്രൊഡക്റ്റ്. ഓക്കെ, മനസ്സിലായാ? ഇത്രേ ഉള്ളൂ. അടുത്തത് 2 ചെറിയ ടോപ്പിക്കാണ്, സൾഫോണേഷനും ഹാലോജനേഷനും. ഞാൻ പറഞ്ഞുതരാം. സൾഫോണേഷൻ, അതിൽ ബെൻസീൻ്റെ അകത്ത് കോൺസെൻട്രിക് H2SO4 ആഡ് ചെയ്ത്, അപ്പൊ എന്താ സംഭവിക്കുക, H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് ബെൻസീൻ നിങ്ങൾ അതേപോലെ തന്നെ വരച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, SO3H ആയിരിക്കും വരിക. എന്തായിരിക്കും വരിക, SO3H ആയിരിക്കും. അതായത് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആയിരിക്കും ഇവിടെ വരിക. അതേസമയം ഹാലോജനേഷനിൽ നമ്മൾ ബെൻസീൻ്റെ അകത്ത് ക്ലോറിൻ ആഡ് ചെയ്ത്, ഇവിടെ നിങ്ങൾ തെറ്റിപ്പോകുന്ന ഒരു സംഭവം ഉണ്ട്. ഇവിടെ എൻഹൈഡ്രസ് AlCl3 മാത്രമേ ഉള്ളൂ, ബാർ HCl ഇല്ല. ഐസോമറൈസേഷൻ ആണെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒന്നും എഴുതി വെക്കാൻ പാടില്ല. വെറും എൻഹൈഡ്രസ് AlCl3 ഉള്ളൂ. അതേപോലെ തന്നെ 2 ക്ലോറിനും ഉണ്ട്, ഒരു ബെൻസീൻ റിങ്ങും ഉണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കിക്കോളാം, ഇത് ഇങ്ങനത്തെ ഒരു സാധനം തരും. എന്തായാലും പരീക്ഷയ്ക്ക് നിങ്ങൾ കണ്ടോ, ഇങ്ങനത്തെ ഒരു സാധനം വരും, എന്തായാലും തെറ്റിക്കും, ഉറപ്പാ. അപ്പൊ എന്ത് ചെയ്യാ, തെറ്റിപ്പോകാണ്ടിരിക്കട്ടെ. അപ്പൊ ഹാലോജനേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ എത്ര ക്ലോറിനാണുള്ളത്, 2 ക്ലോറിനാണുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, ഒരു ക്ലോറിന് എൻഹൈഡ്രസ് AlCl3 എടുക്കും, മറ്റേ ക്ലോറിന് ഈ ബെൻസീന്റെ മേലെ വരും. എന്താണ്, 2 ക്ലോറിനിൽ ഒരു ക്ലോറിന് എൻഹൈഡ്രസ് AlCl3 എടുത്തു വെക്കും, മറ്റേ ക്ലോറിന് ഈ ബെൻസീന്റെ മേലെ വരും. അതായത് ബെൻസീന്റെ മേലെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതല്ലെങ്കിൽ ഇങ്ങനെയും വരക്കട്ടോ. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്തത് 10ാമത്തേതും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന സംഭവം. ഞാൻ പറഞ്ഞുതരാം. ഇത് നടക്കണമെങ്കിൽ 3 സാധനങ്ങൾ വേണം. ഒന്നിക്കൽ ബെൻസീന്, അതിൻ്റെ ഒപ്പം തന്നെ ആൽക്കൈൽ ഹാലൈഡ്, അതേപോലെ തന്നെ എൻഹൈഡ്രസ് AlCl3. എന്താണ്, എൻഹൈഡ്രസ് AlCl3 വേണം. അതേപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സാധനം. ആൽക്കൈൽ ഗ്രൂപ്പും ഹാലജൻ ഗ്രൂപ്പും ഉള്ള ആൽക്കൈൽ ഹാലൈഡ് വേണം. അതേപോലെ തന്നെ ബെൻസീൻ റിങ്ങും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാലാണ് എന്തുണ്ടാവുക, ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഉണ്ടാവുക. ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറയാൻ കാരണം ഇവിടെ ആഡ് ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡാ. മനസ്സിലായ? ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താണ്, ആൽക്കൈൽ ഹാലൈഡാ. അതുകൊണ്ടാണ് ഇതിന്റെ പേരെന്തായ ആൽക്കൈലേഷൻ എന്നായത്. ഓക്കെ, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഒന്നുമില്ല. നേരത്തെ നമ്മൾ ഹാലോജനേഷനിൽ പറഞ്ഞിട്ടില്ല, ഈ എൻഹൈഡ്രസ് AlCl3 ഈ ക്ലോറിനെ പിടിച്ചു വെക്കൂന്ന്. അതന്നെ ഇവിടെ ഉണ്ടാവുന്നത്. എന്ത് ചെയ്യും, ഈ ക്ലോറിൻ ഈ എൻഹൈഡ്രസ് AlCl3 പിടിച്ചു വെക്കും. ബാക്കി എന്താ ഉണ്ടാവുക, ഒരു ബെൻസീനും ഒരു CH3യും. അതങ്ങനെ എഴുതി വെക്കുക. BH3 അല്ല,
CH3 ഇതിൻ്റെ മേലെ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ തലേൻ്റെ മേലെ കയറി വയ്ക്കും. നേരത്തെ CL കയറി ഉണ്ടാവില്ല. അതേസമയം ഇതാ അടുത്ത കോമൺ നോക്ക്, ബെൻസീൻ ഉണ്ട്, ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, എൻഹൈഡ്രസ് AlCl3 ഉണ്ട്. നമുക്ക് സംഭവം പിടി കിട്ടി, ഫിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ എന്താവും, എൻഹൈഡ്രസ് AlCl3 ഈ ക്ലോറിനെ പിടിച്ചു വെക്കും. ബാക്കി എന്താ ഉള്ളത്, ഒരു ബെൻസീൻ റിംഗ് ഉണ്ടല്ലേ, ആ ബെൻസീൻ റിംഗ് അങ്ങനെ വരക്കുക. ബാക്കിയുള്ള CH3 CH2 അതിന്റെ മേലെ എഴുതി കൊടുക്കുക. പക്ഷെ എഴുതുന്ന സമയത്ത് CH2 ആദ്യം എഴുതിയതിനു ശേഷം CH3 എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ 10ൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. വെറും 10 എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ആക്കിയതാണ്. ഓക്കെ, പഠിക്ക്, നല്ലോണം പഠിക്കുക, എല്ലാവരും നല്ലോണം പഠിക്കുക. അതേപോലെ തന്നെ എനിക്ക് നല്ലോണം ക്ലാസ് എടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. എന്നാലാണ് എനിക്ക് ക്ലാസ്സസ് എല്ലാം എടുത്തു തരാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, ജെന്യൂനായിട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ് മാത്രം ഇട്ടാൽ മതി, അല്ലാണ്ട് എന്നെ പൊക്കി പറഞ്ഞിട്ട് ആ സംഭവം വേണ്ട. ഓക്കെ, സോ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ.